മേലായിക ഉണ്ടെന്നറിഞ്ഞ ഈ ലോകത്തുനിന്ന് ഞാൻ ആദ്യം അങ്ങ് പോവും. ഒന്നുമില്ല. എങ്ങോട്ടായിരുന്നു നിന്ന് നിൽപ്പിലൊരു യാത്ര? അതെ, കല്ലറയിലേക്ക്. അറിഞ്ഞിട്ട് എന്ത് വേണം? നിന്റെ കെട്ടിയവനെ കാണാൻ പോയതായിരിക്കും. ഞാൻ എന്റെ മകനെ കാണാൻ പോയതാ. എന്നിട്ട് എന്തു പറഞ്ഞു പുന്നാര മകൻ? എന്നെ അടിക്കാനുള്ള ആയുധങ്ങളൊക്കെ റെഡിയായി എന്ന് പറഞ്ഞു. അവനിപ്പോ നിങ്ങളോടല്പം ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങളായിട്ട് ഇനി അങ്ങോട്ട് എന്ന് അടി എരന്ന് വാങ്ങിക്കാതിരുന്നാ മതി. അയ്യോ, അവന്റെ ദയയും സീസ് ഫയറും ഒന്നും ജയശങ്കറിന് വേണ്ടായേ. ഒരൗദാര്യവും ഇങ്ങോട്ട് വേണ്ട. ഒരൗദാര്യവും ദാക്ഷിണ്യവും അങ്ങോട്ടും ഉണ്ടാവില്ല. യുദ്ധഭ്രാന്ത് പിടിച്ച മനുഷ്യനാ നിങ്ങള്. സർവനാശം കണ്ടേ നിങ്ങൾ അടങ്ങൂ. അതെ, എന്റെ ശത്രുക്കളുടെ സർവനാശം. ആ കാണാം ആരാ ഒടുങ്ങുന്നേന്ന്. അപ്പച്ചി വിശാലിനെ കാണാൻ പോയതായിരിക്കും അല്ലേ? ആ, എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് വല്ലാത്തൊരാധി നിരഞ്ജ. ഓ, സ്വന്തം ചോരയുടെ കാര്യത്തിലപ്പോ ആദ്യമുണ്ട്. നിനക്ക് നിന്റെ മോളുടെ കാര്യത്തിൽ ആധിയില്ലാന്ന് കരുതി എല്ലാ പെറ്റ തള്ളമാരും അങ്ങനെയാണോടി? അക്ഷര, ഞാൻ വീണ്ടും പറയുന്നു, വിശാല് സുതിമോളെ ഒന്ന് കണ്ടോട്ടെ. അതിന് അനുവദിച്ചില്ലെങ്കിൽ പിന്നീട് അതൊരു സങ്കടമായിട്ട് വരും. എന്റെ സങ്കടം? നിങ്ങൾ എന്തിനാ അവന്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നേ? എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാര്യം? നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നില്ലേ? അറിയേണ്ട കാര്യങ്ങൾ സമയമാവുമ്പോ പറയും. എന്താടാ? അമ്മ ഇതെവിടാ? ഞാൻ പുറത്താ, നീ കാര്യം പറയ്. ഇവിടെ എന്തൊക്കെയോ ചില ദുരൂഹമായ ചലനങ്ങൾ നടക്കുന്നുണ്ട്. ദുരൂഹമായ ചലനോ? സാഹിത്യം വിട്ടിട്ട് കാര്യം പറയടാ. അല്ലമ്മേ, അന്ന് നിത്യനെ തല്ലിയെന്ന് പറഞ്ഞില്ലേ? അത് കള്ളു കുടിച്ചിട്ടുള്ള എന്റെ ഹാലൂസിനേഷൻ ആണെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. ഇവിടെ മുറി അടച്ചിട്ടിട്ട് എന്തൊക്കെയോ രഹസ്യ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. രഹസ്യ സംസാരോ? അതേനെ, എന്തോ കള്ളത്തരമുണ്ട്. ഇല്ലെങ്കിലേ ആ ദേവിക്ക് നിത്യയുടെ മുറി അടച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അവള്, ആ നിത്യ, എന്റെ മുന്നിൽ അഭിനയിക്കുവാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിലേ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അന്നേ ഞാൻ അവിടെ കൈ പിടിച്ച് തിരിച്ചു നോക്കിയതാ. ചിലപ്പോ അവള് അന്നേരം വേദന കടിച്ചമർത്തി കിടന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അവള് എഴുന്നേറ്റ് നടന്നു തുടങ്ങിയെന്നാണോ നീ പറയുന്നത്? അങ്ങനെ പൂർണ്ണമായിട്ട് റിക്കവർ ആയെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തോ സംതിങ് റോങ്. അവളുടെ തള്ളയ്ക്കും വലിയ തള്ളയ്ക്കൊന്നും ഇത് അറിയത്തില്ലേ? ഇല്ലെന്നേ, അവരെന്റെ പക്ഷമല്ലേ. ഇതിപ്പോ നിത്യയും ദേവികയും മനോഹരനും മാത്രം അറിഞ്ഞുള്ള രഹസ്യ ഇടപാടാ. ഈസി ആയിട്ട് കണ്ടുപിടിക്കണോടാ. കാൽവെള്ളയിലോ നഖത്തിനിടയിലോ ഒരു മുട്ടുസൂചി കയറ്റി നോക്ക്. അപ്പൊ അവക്ക് പാഴ്ത്തടി പോലെ കിടക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് നടന്ന അവള് പറഞ്ഞ, നാവിന് ചലനശേഷി കിട്ടിയ വള്ളി പുള്ളി വിടാതെ എല്ലാം അവള് വിളിച്ചു പറയും. അതോടെ നമ്മുടെ പദ്ധതി മുഴുവനും പൊളിയും. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് നീ കാട് കയറണ്ട. കൊല്ലത്താണ് തുരങ്കമെങ്കിൽ ഇപ്പോഴേ കുനിയേണ്ട കാര്യമുണ്ടോ? അത് വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കൊണ്ടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത്.
അവളുടെ നാവിന് ജീവൻ വയ്ക്കും മുമ്പേ ആ ശ്വാസം എന്നേക്കുമായി തീർക്കാൻ. നമ്മൾ ശ്രമിക്കാനിട്ടല്ലോ, മുടിഞ്ഞുയരാ ആ ജന്തുവിന്. എന്തായാലും നീ ഇങ്ങോട്ട് വാ. വേണ്ടതെന്താണെന്ന് നമുക്കൊന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ശരി, ഞാൻ വരാം. ഒന്ന് നിന്നടി. നീ പറഞ്ഞത് ഞാൻ കേട്ടടി. എന്താടി വിശാല് ശ്രുതിമോളെ ഒന്ന് കണ്ടാല്? എന്താന്ന്? അത് വേണ്ട, കാണാൻ തക്ക ബന്ധമൊന്നുമില്ലല്ലോ. ബന്ധം എന്നെ കൊണ്ട് ഓട്ടം തുള്ളൽ നടത്തി പറയിപ്പിക്കരുത് നീ. ഞാനത് ചെയ്താലേ ചാട്ടവാറ് പോലത്തെ വാക്കുകൾ കൊണ്ട് നോവുന്നത് പാവം നിരഞ്ജന് കൂടിയായിരിക്കും. അതാ ഞാനൊന്നും മിണ്ടാത്ത. വഴക്ക് വേണ്ടപ്പച്ചി. അല്ല നിരഞ്ജ, ഇവള് മലർന്ന് കിടന്ന് തുപ്പുന്നത് കണ്ടില്ലേ? അഹങ്കാരി. കട്ടിട്ടും കള്ളം മുമ്പോട്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒരു വലിയ വഴക്ക് വേണ്ടപ്പച്ചി. ഒന്നാമതേ ഈ വീട് ആകെ നേറി പുകഞ്ഞിരിക്കുക, അറിയാലോ. ഇവളെ പോലെ ഒരു കരിന്തരി ഉള്ളപ്പോ എങ്ങനെ പുകയാതിരിക്കും? അപ്പച്ചി പിന്നെ ഐശ്വര്യത്തിന്റെ നിറകുടമാണല്ലോ. ഒന്ന് മിണ്ടാതിരിക്കുക അക്ഷര. വിശാല് സുതിമോളെ കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു തർക്കം വേണ്ട, കേട്ടല്ലോ. ഞാൻ എന്റെ ഭാഗം. ആ വിഷയം വിട്ടേക്കാൻ പറഞ്ഞില്ലേ? നിരഞ്ജനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയാം, കുടിച്ച വെള്ളത്തിൽ ഇവളെ വിശ്വസിക്കരുത്. ഒരു തട്ട് കിട്ടിയപ്പോ ഇവളിത്തിരി മര്യാദക്കാരിയായി അഭിനയിച്ചു എന്നേ ഉള്ളൂ. ഓ, മികച്ച നടിയാണല്ലോ ഇവള്. അധികം താമസിയാതെ ഇവള് നിരഞ്ജനെതിരെ വീണ്ടും തിരിയും. ഈ ജന്മത്ത് അങ്ങനെയൊന്നും അപ്പച്ചി മോഹിക്കണ്ട. നോക്കാം, അപ്പന്റെ മോളല്ലേ. അങ്ങേർക്ക് മനുഷ്യന്റെ രൂപവും ചെന്നായുടെ ചോരയോ? ആ ചോര തന്നെയല്ലേ നീയും? അത് തന്നെയല്ലേ അപ്പച്ചിയും? അക്ഷരേ, മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഓ ഇല്ല, ഞാനിനി ഒന്നും മിണ്ടുന്നില്ല. നിരഞ്ജ, എന്താ പച്ചി? എനിക്ക് നിരഞ്ജനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പച്ചി? എന്തെങ്കിലും സീരിയസ് മാറ്റർ? ഞാനീ പറഞ്ഞത് നിരഞ്ജനെ അറിയാവൂ. പറഞ്ഞോ. എന്റെ വിശാലിന് എന്തോ ഒരു വയ്യാഴിക ഉള്ളതുപോലെ എനിക്കൊരു പേടി. അവന്റെ കൂടെയുള്ള ആ വക്കീലും എന്തോ മറയ്ക്കുന്നുണ്ട്. വിശാലിനെ കാണുമ്പോ നിരഞ്ജൻ ഒന്ന് ചോദിക്കണം. നിരഞ്ജൻ ഒരു ഡോക്ടറല്ലേ, അറിയാൻ പറ്റും. നിരഞ്ജൻ അവന്റെ വെറുതെ ഒന്ന് നാടി പിടിച്ചു നോക്കിയാലും മതിയല്ലോ. ഞാൻ ശ്രമിക്കാം അപ്പച്ചി. അപ്പച്ചി വെറുതെ ഓരോന്ന് ചിന്തിച്ച് പേടിക്കണ്ട.